അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ പലതരത്തിലുള്ള കേസരിയാണ്. അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അധികം ചേരുവയൊന്നും വേണ്ട. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. ഓരോന്നിൻ്റെ ടേസ്റ്റും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്യാത്തവർ ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് വിചാരിക്കേണ്ട, ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് ഇതിൽ കാണിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അതെടുത്ത് നോക്കാട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് നമ്മൾ സാധാരണ ചെയ്യാറുള്ള റവ കേസരി തന്നെയാണ്. നമുക്ക് ആദ്യം ഈ ഒരു കേസരി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിംഗ് ഒക്കെ വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോഴേക്കും ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം. എന്നിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ്, 2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇത് ഒരു ഹാഫ് റോസ്റ്റായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലോട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കിസ്മിസും 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. പിന്നെ ഈ ഒരു സമയത്ത് ഫ്ലെയിം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറക്കുക. ഇത് റോസ്റ്റായി വരുമ്പോഴേക്കും നമുക്കിത് പെട്ടെന്ന് തന്നെ പാനിൽ നിന്നും ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഈ ഒരു സെയിം പാനിൽ തന്നെ ഇതിലോട്ട് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് റവ എടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും പകുതിയാക്കിയാൽ മതി. ഇനി ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. നല്ലോണം ഡാർക്ക് കളറാകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഒരു ലൈറ്റ് ബ്രൗൺ കളറോളം വറുത്തെടുത്താൽ മതി, ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട്. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ വേണമെങ്കിൽ നെയ്യ്, ഇത് സാധാരണ 1/2 കപ്പ് റവ എടുക്കുമ്പോൾ 1/2 കപ്പ് തന്നെ നെയ്യ് ചേർക്കാറുണ്ട്. ഈ ഒരു വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് നെയ്യൊക്കെ ചേർത്തിട്ട് വറുത്തെടുക്കാറുണ്ട്. അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതൊന്നും കൂടി ഇതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. നിങ്ങൾക്ക് അത്രയും നെയ്യ് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിലോട്ട് ഞാനിപ്പോൾ 1 കപ്പ് റവക്ക് 1/2 കപ്പ് നെയ്യാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ചെറുതായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. 3 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവക്ക് 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇച്ചിരി സാഫ്രോണും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളം തിളക്കാൻ വെക്കുന്ന കൂട്ടത്തിൽ നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നല്ലോണം തിളപ്പിച്ചെടുക്കണമെന്നില്ല, പക്ഷെ നല്ലോണം തിളക്കുന്ന രീതിയിലുള്ള അത്രയും ചൂടായിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഒന്ന് കുറക്കാട്ടെ ഈ ഒരു സമയത്ത്. എന്നിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് സാഫ്രോണിന് പകരം ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഓപ്ഷന് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് വെള്ളം തിളപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണ്. ഇനി ഇത് നല്ല തിക്കായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നെയ്യ് ഇടക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മൊത്തത്തിൽ 1/2 കപ്പ് നെയ്യായിരുന്നു കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് വറുത്തെടുക്കാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ബാക്കിയുള്ള നെയ്യ് ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമാകും. ആ ഒരു പരുവമാകുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് പഞ്ചസാര നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ടിനി നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. 1 കപ്പ് റവ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് നെയ്യ് വരെ ചേർത്ത് കൊടുക്കാം. നമ്മളാദ്യം റവ വറുത്തെടുക്കുന്ന സമയത്ത് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നീട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ 1/2 കപ്പ് നെയ്യാണ്. 1 കപ്പ് റവക്ക് 1/2 കപ്പ് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് പഞ്ചസാര പിന്നീടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ടെക്സ്ചറായി വരണം. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുമ്പോൾ ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവമായി കിട്ടണം കേട്ടോ. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് സാധാരണ 1 കപ്പ് റവക്ക് 1.5 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ഇത് മെൽട്ടായി വരുമ്പോഴേക്കും ഒന്നും കൂടെ ലൂസാവും. എന്നിട്ട് വീണ്ടും തിക്കായി പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമായി കിട്ടണം. പിന്നെ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് 1-2 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചാൽ മതി. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണമെന്നില്ല. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ടാവും. 1-2 മിനിറ്റ് കേട്ടോ, ഒരുപാട് നേരം അങ്ങനെ മൂടി വെച്ച് നോക്കാതിരിക്കരുത്. എന്നിട്ട് ഇതുപോലെ വീണ്ടും ഇളക്കി കൊടുത്തിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം നമ്മൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തിക്കായി വരുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ടൊന്ന് ലൂസായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച നെയ്യ് കുറേശ്ശെ ബാക്കിയുള്ളതൊക്കെ കുറേശ്ശെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പാത്രത്തിൽ നിന്നും ഒരു വിട്ട് വരുന്ന പരുവമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ഇച്ചിരി കുറക്കാം. എന്നിട്ട് ഇതിലോട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ ബാക്കി വെക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റവ കേസരിയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലൊക്കെ വേണമെങ്കിൽ നിരത്തി സെർവ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് കേസരി വേറൊരു രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേറൊരു രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ 1 കപ്പ് റവ ചേർത്തിട്ട്, ആദ്യം നെയ്യൊന്നും ചേർക്കണ്ട, നെയ്യൊന്നും ചേർക്കാതെ റവ മാത്രം ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്നും മാറാത്ത രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു കേസരി നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേസരി. ഇതിന് കുറച്ച് നെയ്യൊക്കെ കൂടുതൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ അങ്ങനെ ഒരുപാട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരത്തെ കാണിച്ച ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 3/4 കപ്പ് നെയ്യ് തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം 3/4 കപ്പ്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു റവ വീണ്ടും ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് ഈ ഒരു നെയ്യിലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് വീണ്ടും ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വരണം. ഒരു 1-2 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. 1 കപ്പ് റവക്ക് 3 കപ്പ് വെള്ളം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ വെള്ളത്തിൻ്റെ അളവൊക്കെ സെയിം തന്നെയാണ്. 3 കപ്പ് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നല്ല തിളക്കുന്ന അത്രയും നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇതൊന്ന് തിക്കായിട്ട് വരണം. പിന്നെ ഇതിലോട്ട് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ടർമറിക് പൗഡറോ അല്ലെങ്കിൽ ഫുഡ് കളറൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് തിക്കായി വരുമ്പോഴേക്കും നന്നായിട്ട് ഇതുപോലെ വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആദ്യം. അപ്പോൾ ഇത് നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഇച്ചിരി പഞ്ചസാര ഇതിലോട്ട് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് പഞ്ചസാരയാണ്. സാധാരണ കേസരിക്ക് നമ്മൾ റവ എടുക്കുന്നതിനേക്കാളും കൂടുതൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഒരു 1/4 കപ്പ് കുറക്കാം. അതുപോലെ അല്ലെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ കറക്റ്റ് ശരിക്കുമുള്ള ഒരു മധുരം 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുങ്കുമപ്പൂ വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഒരു ഇച്ചിരി കലക്കിയിട്ട് ചേർത്ത് കൊടുക്കാം, സാഫ്രോണ്. അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കളർ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
ഇനി ഇതൊന്ന് നന്നായിട്ട് ഇത് പഞ്ചസാരയൊക്കെ ഇപ്പോൾ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് തിക്കായി പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പരുവമാകുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് നേരം ഇളക്കി കൊടുക്കേണ്ടി വരുന്നില്ല, പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടുന്നുണ്ട്. ഇനി ഇതിലോട്ട് നെയ്യൊന്നും ചേർക്കേണ്ട. ഇതുപോലെ നന്നായിട്ട് തിക്കായി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുമ്പോൾ നമുക്കിത് മാറ്റാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും മതി, ഇതായിട്ടുണ്ട്. ഇപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എത്രത്തോളം നെയ്യ് കൂടുതൽ ചേർക്കുന്ന അത്രയും നമുക്ക് ടേസ്റ്റ് കൂടുതലാണ് കേസരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ നേരത്തെ ചെയ്തതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള കേസരിയാണ്, ബീട്രൂട്ട് റവ കേസരി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്ത ശേഷം 1.5 കപ്പോളം എടുത്താൽ മതി. 1.5 കപ്പ് ബീട്രൂട്ടിന് നമ്മൾ നേരെ പകുതി 3/4 കപ്പ് റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് റവയും 1.5 കപ്പ് ബീട്രൂട്ടുമാണ്. 1.5 കപ്പ് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം 1.5 കപ്പ് എടുത്താൽ മതി. ഒരു മീഡിയം സൈസിലുള്ള 2 ബീട്രൂട്ടാണ്, വലിയ ബീട്രൂട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 1.5 കപ്പോളം കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ, പാകത്തിന് വെള്ളം ചേർത്തിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരു ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈൻ പേസ്റ്റായിട്ട്. അരയാത്ത പീസ് അങ്ങനെ 1-2 കിടക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാട്ടെ. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും കിസ്മിസും ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഡെക്കറേറ്റ് ചെയ്യാം എന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇതിപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്, ഒരു പകുതിയോളം, ഒരു പകുതി റോസ്റ്റ് എന്ന രീതിയിൽ. ഇനി ഇതിലോട്ട് കിസ്മിസ് ഈ ഒരു സമയത്ത് കിസ്മിസും കൂടെ ചേർത്തിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ കിസ്മിസ് റോസ്റ്റായി കിട്ടുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ. എന്നിട്ട് നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഈ ഒരു പാനിൽ നിന്നും ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് സെയിം ഈ ഒരു പാനിൽ തന്നെ ഇതിലോട്ട് വീണ്ടും 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നെയ്യ് ഈ ഒരു പാനിൽ തന്നെ ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തത് ഇതിലുണ്ട്, എന്നാലും 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഇതിലോട്ട് ഈ ഒരു റവ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. 3/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. കുറേ അങ്ങനെ കളർ മാറാൻ നിൽക്കാണ്ട് കേട്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ കളർ മാറിയിട്ടൊന്നുമില്ല, പക്ഷേ നന്നായിട്ട് പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഈ ഒരു സെയിം പാനിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 7 ടേബിൾ സ്പൂൺ വരെ, 1/2 കപ്പിൻ്റെ അടുത്ത് നെയ്യൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റണം, അതുപോലെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല തിക്കായിട്ട് വരണം, ഇത് വെള്ളമൊക്കെ വറ്റി ഒന്ന് തിക്കായിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും, അതുപോലെ ഇതിലുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് തിക്കായി വരുമ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നീട് പറയാം. പിന്നെ ഇതിൽ അരയാത്ത പീസ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ വലിയ പീസസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കട്ടെ ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതിൽ വെച്ചുകൊണ്ടിരിക്കരുത്, ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മിനിറ്റൊക്കെ ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിലുള്ള പച്ചമണം പിന്നെ കംപ്ലീറ്റ് മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്.
അപ്പോൾ ഇത്രയും മതിന് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് തിളച്ച വെള്ളമൊന്നുമല്ല, സാധാ നോർമൽ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2.25 കപ്പ്, 3/4 കപ്പ് റവയല്ല എടുത്തത്, അപ്പോൾ അതിൻ്റെ മൂന്നിരട്ടിയാണ്. 3/4 കപ്പ് വെള്ളത്തിന് 3/4 കപ്പ് റവക്ക് 2.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് റവയാണെങ്കിൽ 1.5 കപ്പ്, അതുപോലെ 3/4 കപ്പ് റവക്ക് മനസ്സിലായില്ലേ 2.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളക്കുമ്പോൾ ഇതിലോട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇച്ചിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് പഞ്ചസാരയും അതുപോലെ ഉപ്പും ഒക്കെ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിൽ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ റവയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു റവ ചേർത്തിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് വെന്ത് ഒന്ന് തിക്കായി വരുന്ന വരെ ഒന്നിത് വേവിച്ചെടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം ഇത് വെന്ത് തിക്കായിട്ടൊന്ന് കിട്ടണം. എന്നിട്ടാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പഞ്ചസാരയൊക്കെ നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ കളർ തന്നെ നല്ല ഭംഗി തന്നെയാണ്. പിന്നെ കുറച്ച് നെയ്യും കൂടെ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് തിക്കായി വരട്ടെ. അപ്പോൾ ഇത് തിക്കായി വന്നിട്ടുണ്ട്, അതുപോലെ വെന്തിട്ടുമുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവമായി കിട്ടുന്നുണ്ട് ചെറുതായിട്ട്. ഇനി ഇതിലോട്ട് ഈ ഒരു സമയത്ത് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു 5-6 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരത്ത് 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 6-7 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ വേണ്ടി വരുന്നുണ്ട് ഇതിലോട്ട്. 8 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 1/2 കപ്പാണ്. അപ്പോൾ 1/2 കപ്പ് വേണമെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഇതിനേക്കാളും കുറക്കാം. പക്ഷേ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബീട്രൂട്ടിൻ്റെ പച്ചമണം കംപ്ലീറ്റ് മാറി കിട്ടുന്നുണ്ട്. ബീട്രൂട്ടൊന്നും അറിയുന്നേ ഇല്ല കേട്ടോ. അത്രയും നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നെയ്യ്, ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. ആദ്യം 3/4 കപ്പ് പഞ്ചസാര മതി എന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോൾ പോരാ എന്ന് തോന്നിയപ്പോൾ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനാകുന്നുണ്ടതിന് ഈ ഒരു മധുരം. അതുപോലെ ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര നല്ല പാകത്തിനുള്ള മധുരം തന്നെയാണ്, കൂടുതലുമല്ല അതുപോലെ കുറവുമല്ല കേട്ടോ. അപ്പോൾ ഇനി പഞ്ചസാര ഇതൊന്ന് മെൽറ്റായി കിട്ടണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചാലും നമുക്ക് പഞ്ചസാര നന്നായി മെൽറ്റായി കിട്ടുന്നുണ്ട്. ഇനി ഈ പഞ്ചസാര മെൽറ്റായിട്ട് ഇത് വീണ്ടും ഒന്ന് മെൽറ്റായി വരുമ്പോൾ ലൂസായി വരുമല്ലോ ഒന്ന്, എന്നിട്ട് വീണ്ടും ഇത് തിക്കായി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, പാത്രത്തിൽ നിന്നും ഒരു വിട്ട് വരുന്ന പരുവമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമായി കിട്ടണം, ഇതുപോലെ തിക്കായിട്ട് പാത്രത്തിൽ നിന്നും ഇങ്ങനെ വിട്ട് വരുന്ന പരുവമാണ് ഇതിൻ്റെ കറക്റ്റ്. ഏത് കേസരി ഉണ്ടാക്കിയെടുക്കുമ്പോഴും കറക്റ്റ് പരുവം ഇതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന രീതിയിൽ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ സേമിയ കേസരി ഇതുപോലെ അല്ല കേട്ടോ, ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുന്ന വരെ ഇളക്കി കൊടുക്കുന്ന അങ്ങനെയൊന്നുമല്ല, അത് വേറെയാണ്. പക്ഷേ റവ ഒക്കെ ചേർത്ത് ചെയ്യുന്ന കേസരിയൊക്കെ കൂടുതലും ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായി കിട്ടണം. ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ട്രെയിലൊക്കെ നിരത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ നിരത്തി കൊടുത്തിട്ട് നമുക്ക് ചൂടാറുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ നല്ല പാകത്തിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ബീട്രൂട്ട് കേസരി. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് സെർവ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ
നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ആണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ വൈകുന്നേരമാണെങ്കിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ കേസരിയാണ് കേട്ടോ ഞാനിതിൽ കാണിച്ചിട്ടുള്ള എല്ലാ കേസരിയും. അപ്പോൾ ഇത് ചെറിയൊരു കണ്ടെയ്നറിലൊക്കെ ആക്കി കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് ട്രെയിൽ നിരത്തി ഒന്ന് ലെവലാക്കിയിട്ട് ചൂടാറുമ്പോൾ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും അങ്ങനെ സെർവ് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഇച്ചിരി നെയ്യ് ഉള്ള ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രെയിൽ നിങ്ങൾ നിരത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ബീട്രൂട്ട് കേസരി. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ഇതുപോലെ ഒന്ന് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീട്രൂട്ട് കേസരിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേസരിയാണിത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കിയെടുക്കുന്നത് സേമിയ വെച്ചിട്ടുള്ള കേസരിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഓൾറെഡി ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിലൊക്കെ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ഇനി ഇതിലോട്ട് 1 കപ്പ് സേമിയ ചേർത്തിട്ട്, വറുക്കാത്ത സേമിയാണ് കേട്ടോ ചേർത്തിട്ടുള്ള. ഇനി ഇതൊന്ന് വറുത്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതാണ് കേട്ടോ വേണ്ടത്, പരുവാണ് വേണ്ടത്. അല്ലാതെ നല്ലോണം ഡാർക്ക് കളറാക്കി എടുക്കണ്ട, ഓവറാക്കി എടുക്കണ്ട. അപ്പോൾ ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടുവെള്ളം, അപ്പോൾ നല്ല തിളച്ച ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് 3 കപ്പ് വെള്ളം തന്നെയാണ്. 1 കപ്പ് നമ്മൾ സേമിയ എടുക്കുമ്പോൾ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കളർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ടും ഒരിച്ചിരി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഫുഡ് കളർ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ച് ഫുഡ് കളറാണ്. ഇതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടുന്നുണ്ട്. അതുപോലെ സേമിയ പെട്ടെന്ന് വെന്തും കിട്ടും. പിന്നെ ഇത് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പരുവം അങ്ങനെയൊന്നുമല്ല, ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. അപ്പോൾ ഒരു ഇച്ചിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ സേമിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നല്ലോണം അങ്ങനെ തിക്കായിട്ട് വിട്ട് വരുന്ന പരുവം അങ്ങനെയൊന്നുമല്ല, ഈ ഒരു പരുവമായാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3/4 കപ്പ് ഏകദേശം പാകത്തിനുള്ള മധുരം തന്നെയാണ്. ഞാനൊരു ഇച്ചിരി 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ടുണ്ട്. 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ എന്ന രീതിയിലുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സേമിയ കേസരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ പഞ്ചസാര തന്നെ മുന്നിട്ട് നിൽക്കും. റവ കേസരി ഉണ്ടാക്കിയെടുക്കുന്ന പോലെ അത് നന്നായിട്ട് വലിച്ചെടുക്കുന്നുണ്ട് പഞ്ചസാര. അപ്പോൾ അതുപോലെയല്ല സേമിയ കേസരി. അപ്പോൾ പഞ്ചസാര പാകത്തിന് ഏകദേശം 3/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ചൊന്ന് തിക്കായി വന്നാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങനെ തിക്കാക്കി എടുക്കണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരുവമാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് ഒന്ന് സെറ്റായി തിക്കായി വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണെങ്കിൽ ഈ ഒരു പരുവമാകുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ടിപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് കുറച്ച് നേരം ഒന്ന് ഇതിനേക്കാളും ഒരിച്ചിരി നേരം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതിനേക്കാളും കുറച്ചൊന്ന് ഞാൻ തിക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചൂടോടെ കഴിക്കുമ്പോൾ ഇത്രയും ഇതായിട്ട് കഴിക്കുമ്പോൾ അത്ര രസമായിട്ട് തോന്നുന്നില്ല. ഒരിച്ചിരി ചൂടാറി കഴിക്കുന്നെങ്കിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ ഒരു രീതിയിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു മിനിറ്റൊക്കെ ഒന്ന് കൂടുതലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവമാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വീണ്ടും ഇളക്കി കൊടുത്തിട്ട്
ഈ ഒരു തിക്നെസ്സിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടോടെ കഴിക്കുന്നെങ്കിൽ ഇത് ഓക്കെ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഏത് ഇതിലാണ് വേണ്ടത്, തിക്നെസ്സാണ് വേണ്ടത്, കുറച്ചും കൂടി ഇതിനേക്കാളും ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മുന്നേ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് കറക്റ്റ് അങ്ങനെ പരുവം എന്നില്ല. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കായി കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിന് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഈ ഒരു സേമിയ കേസരി. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം കേട്ടോ, ഡെക്കറേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കേസരിയാണ് ഇതും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ കേസരിയും നല്ല അടിപൊളി, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേസരി തന്നെയാണ്. അധികം ചേരുവയൊന്നും വേണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.